മാങ്ങുപ്പേരി. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാങ്ങ മപ്പാസ്, മാങ്ങാക്കറി എന്നൊക്കെ പറയാം. അങ്കമാലി മാങ്ങാക്കറി ഒന്നുമല്ല കേട്ടോ, തൃശ്ശൂരും അല്ല, ഇത് ഗീതമ്മയുടെ മാങ്ങാക്കറി എന്ന് പറയാം, അമ്മയുടെ സ്റ്റൈൽ മാങ്ങാക്കറി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാങ്ങ വേണം, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യാനുസരണം അതൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് നാളികേരപ്പാൽ വേണം, 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. കടുകും ഉലുവയും കൂടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും അത് ഇട്ടിട്ട് നല്ലോണം വഴറ്റണം. പിന്നെ നമുക്ക് ഇടേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, അപ്പോൾ അതും കൂടി ഇടുക. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇത്രയും പൊടികൾ ഇടുക. പിന്നെ കായപ്പൊടി ഇടണം കേട്ടോ, കായപ്പൊടി കുറച്ചിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതും ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചക്കുത്ത് മാറണ വരെ നല്ലോണം അതൊന്ന് വഴറ്റി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് മാങ്ങ നല്ലോണം വേവിക്കണം കേട്ടോ, നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം മാങ്ങ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-ാം പാൽ ഒഴിക്കുക. ആദ്യം 2-ാം പാൽ ഒഴിച്ച് നമ്മൾ കുഞ്ഞ് തള വന്ന് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലിടണം കേട്ടോ. സിമ്മിലിട്ടിട്ട് നല്ലോണം അതൊന്ന് വേവിച്ചെടുക്കുക, ഒന്നുകൂടി ആ പാലൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് അധികം ഇളക്കൊന്നും വേണ്ട, ഇച്ചിരി ഗരം മസാലയും പിന്നെ 2-3 തണ്ട് വേപ്പിലയും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലത്തേക്ക് നല്ലോണം കുറുകി സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.